വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് വിളിച്ചത്, സത്യം സത്യമാണ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവരുടെ സമയം കണ്ടതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൻ ഓർക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തു എന്ന ദേവാലയത്തിൽ വന്നിട്ട് പ്രത്യേകം ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭവനം കഴിഞ്ഞ് ഭവനത്തിന്റെ ഇപ്പോൾ പുതിയ വീട്ടിലൂടെ കീർത്ത കിട്ടിയ കുടുംബങ്ങൾ കൈപ്പോട്ടും തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വീട് കട്ടിപ്പാട് കല്യാണത്തെ செஞ்சுப்பார். മലയാളത്തിൽ പറഞ്ഞ ஒரு பவனத்தை பறிஞ்சு நோக்கு, ஒரு கல்யாணத்தை செய்து நோக்கு. எதிரி யாரு, துரோகி யாரு, சாத்திக்கவன் யாரு, സഹായിക്കാത്തവൻ யாரு, കൂടെ ഉള്ളവൻ யாரு, കൂടെ ഇല്ലാത്തവൻ யாரு എന്നൊന്നും മനസ്സിലാവും. അതുപോലെ ബുദ്ധിമുട്ടിൽ നിന്ന് എങ്ങനെ ഒരു ഭവനം പണിയുമ്പോൾ എങ്ങനെ കടന്നു ചെന്ന് എന്നുള്ള ഒരു സാക്ഷ്യത്തെ മകനും മകളും നിങ്ങളോട് പങ്കുവയ്ക്കണം. ഒരുപാട് നന്ദിയായിരുന്നു. നിങ്ങൾ വളരെ ഗവൺമെന്റ് ഒരുപാട് കൊണ്ട് തളർന്ന് അച്ഛനോട് പ്രാർത്ഥിച്ച്, അപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ക്രിസ്തുരാജിന് മുന്നിൽ ഒന്നും അസാധ്യമായിട്ടില്ല, നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ അച്ഛൻ തന്നെ ഞങ്ങൾക്ക് വീട് പണി തുടക്കം കൊടുക്കുകയുണ്ടായി. 6 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പുതിയ വീട്ടിലായി താമസിക്കാനൊക്കെ സാധിച്ചു. അതിന് വലിയൊരു കാര്യം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷം ആയതിൽ അന്ന് തന്നെ ഞങ്ങൾക്ക് ആ ഭവനത്തിൽ പാർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈശോയ്ക്ക് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് സാക്ഷ്യം. ഇന്ന് നിങ്ങൾ ഉറപ്പായിട്ട് പുതിയ ഭവനം പറഞ്ഞ് വീട്ടിലേക്ക് കയറി അഭിഷേകത്തെ ആശീർവാദത്തെ കൃപയെ നന്ദിയോട് സമർപ്പിക്കണം എന്നുള്ള ഒരു മാസത്തോടുകൂടി സഹോദരനും സഹോദരിയും മക്കളും ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞതുപോലെ രണ്ടുപേരും താത്താപ്പരുടെ മകനും അപ്പനുടെ മകളും അല്ല, പകരം പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കടന്ന് എല്ലാവർക്കും ഒരു നല്ല വീടുണ്ട്, നമുക്കൊരു വീട് വേണം എന്നുള്ള ഒരു പ്രത്യാശ അതുകൊണ്ടായിരുന്നു
വെച്ച് നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. എപ്പോഴും പാപപൂജയിൽ പങ്കെടുത്ത് നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുരാജായിട്ട് സാധിച്ചു നൽകും എന്നുള്ള ഈ വീട് നാം പെട്ടെന്ന് പണിയ വീട്. നാം ഒരുപാട് വീട്ടിൽ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു വീട് ഒരു വർഷം എടുത്ത് ഇത് 6 മാസത്തിന് പണിഞ്ഞ വീട് ഈ വീട് മാത്രമേ ഉള്ളൂ. ഒരുപാട് വീട് ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയിട്ടുണ്ട്. ക്രിസ്തുരാജ സഹായിച്ചിട്ടുണ്ട്. ക്രിസ്തുരാജ സഹായിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ മകൾക്കും മകൾക്കും കുട്ടികൾക്കും 2 കുട്ടപ്പനക്കും കിട്ടിയ ഒരു അനുഗ്രഹം 6 മാസത്തിനുള്ളിൽ ഒരു നല്ല ഒരു ഭവനം. ഔസേപ്പിതാവും അമ്മ മാതാവും ഉണ്ണീശ്വരൻ താമസിക്കുന്ന ഒരു ഭവനം, അത് കൃപ നിറഞ്ഞ ഭവനം. ഈ ഔസേപ്പിതാവും മാതാവും ഉണ്ണീശ്വരൻ താമസിക്കുന്ന ഒരു ഭവനം അഗ്നി നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ഒരു ഭവനമാണ്. അങ്ങനെയുള്ള ഒരു ഭവനത്തെ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച, അതും കല്യാണ ദിവസം അന്ന് ദൈവം കൊടുത്ത ഗിഫ്റ്റ്. തിരുക്കുടുംബം എന്റെ കുടുംബത്തിൽ ജീവിക്കാൻ വേണ്ടും, തിരുക്കുടുംബം എന്റെ ദേവാലയം എന്ന് അറിയപ്പെടുന്ന ഈ മാതാവും ഔസേപ്പിതാവും ഉണ്ണീശ്വരൻ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ നിൽക്കണം, താമസിക്കണം എന്നുള്ള പദ്ധതി ക്രിസ്തുരാജാവ് ഉണ്ടായിരുന്നു. അത് സാധിച്ചു നൽകി. അതേപോലെ ഔസേപ്പിതാവ് അമ്മ മാതാവ് ഉണ്ണീശ്വർ ഒന്ന് വേണം, പക്ഷെ 2 ഉണ്ട്, 2 ഉണ്ണീശ്വരങ്ങളുണ്ട്. അതുകൊണ്ട് ഭാഗ്യവതി. God bless you, God bless you, God bless you. God bless you. പ്രത്യേകം ഈ സഹോദരനും സഹോദരിയും ക്രിസ്തുരാജ അസാധ്യമാണത് സാധ്യമാക്കുവാൻ ഈ ലോകത്തിൽ ക്രിസ്തുരാജ മാത്രമേ ഉള്ളൂ എന്നുള്ള അടിയുറച്ച വിശ്വാസം. അത് ആദ്യത്തെ പ്രാർത്ഥന, the greatest prayer among all the prayers. അത് വിശ്വാസം. നന്നായിട്ട് ചിന്തിക്കും. വിശ്വാസ പ്രമാണമല്ല, അവർ ഫാദറല്ല, സ്വർഗ്ഗത്തിലെ പിതാവേ അല്ല, നന്മ നമ്മുടെ സൃഷ്ടി അല്ല. വിശ്വാസമുള്ള ഒരു വാക്ക്, അത് വലിയ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ സ്വന്തമാക്കിയവൻ, ആ പ്രാർത്ഥനയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി കുഞ്ഞുങ്ങൾ ഇതേപോലെ മനസ്സിലാക്കാം. വിശ്വാസം വഴി ദൈവത്തെ മനസ്സിലാക്കാം. വിശ്വാസം വഴി ക്രിസ്തുരാജാവ് മനസ്സിലാക്കാം. ക്രിസ്തുരാജ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ മകൾക്കും അത്ഭുതം പ്രവർത്തിച്ചോ അതേപോലെ അത്ഭുതത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവർത്തിക്കട്ടെ. ദൈവം നിങ്ങൾ എല്ലാവരും സമൃദ്ധമാണ് ഗ്രഹിക്കട്ടെ. God bless you, God bless you, God bless you many people. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.